ഹായ്, ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിൽ തുടക്കക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ക്ലേ എങ്ങനെ ഹാർഡാവാതെ സൂക്ഷിക്കാം എന്നറിയാത്തത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഹാർഡായ ക്ലേ എങ്ങനെ സോഫ്റ്റാക്കി മാറ്റാം എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് യൂസ് ചെയ്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഹാർഡായിപ്പോയിരുന്ന ക്ലേ ആണ്. വളരെ ഹാർഡാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്തത്ര ഹാർഡായിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് ഏത് രീതിയിൽ എന്ത് ചെയ്താൽ നോർമലായിട്ടുള്ള രൂപത്തിലേക്ക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാമെന്ന് നമുക്കിവിടെ നോക്കാം. പലപ്പോഴും തുടക്കക്കാരിൽ നിന്ന് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. അത് എങ്ങനെ വേണ്ട രീതിയിൽ സ്റ്റോർ ചെയ്യാമെന്ന് അറിയാതിരിക്കൽ. അതുകൊണ്ട് ഇവിടെ ഞാൻ നമ്മുടെ കയ്യിലുള്ള നോർമൽ ക്ലേ എടുത്തിട്ട് അത് ഹാർഡായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വീണ്ടും അതിനെ സോഫ്റ്റാക്കി മാറ്റാം എന്ന് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന നോർമൽ ക്ലേ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ. ഇതിനെ സോഫ്റ്റ്നെസ് നോക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വിരൽ കൊണ്ട് തന്നെ ഇത് എടുത്ത് ഒരു ബോൾ ഉണ്ടാക്കിയാൽ ആ ബോളിൽ നമുക്ക് ഒരു ക്രാക്കും കൂടാതെ നല്ല സോഫ്റ്റായ രീതിയിൽ നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഒരു ക്രാക്കും കൂടാതെ ഒരു നല്ല ബോളാക്കി എടുക്കാൻ നമുക്ക് കഴിയും. അതാണ് ഏറ്റവും സോഫ്റ്റ്നെസ് അത് എത്രമാത്രം നല്ല സോഫ്റ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള വഴി. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ആ ഒരു സാധനം നമ്മുടെ കയ്യിലിട്ട് വ്യത്യസ്തമായ ഡിസൈൻ ഉണ്ടാക്കാൻ നോക്കുകയും മറ്റെന്തോ ചെയ്ത് തെറ്റിപ്പോയി രണ്ടാമതും ഉണ്ടാക്കി ആ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിടന്ന് തന്നെ അത് ഹാർഡായി മാറും. നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞ ക്ലേ അത് ഒരു കണ്ടെയ്നറിൽ, ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഉപയോഗിച്ചത് ബാക്കി വരുന്നത് മൂടി വെക്കുകയോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് അടച്ച് വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലേ അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്നെസ്സിൽ നിലനിർത്താൻ പറ്റും. ഇത് ഞാൻ ഇതിന് മുൻപേ യൂസ് ചെയ്തത് ഞാൻ ഇട്ട് വെച്ചതാണ്. അത് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും മുൻപ് യൂസ് ചെയ്തതായതുകൊണ്ട് ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചതിനെക്കാട്ടി ലക്ഷക്കൂടി ഹാർഡാണത്. അതിനെ നമ്മൾ ഇപ്പോൾ പുതുതായി എടുത്ത ആ ഒരു ക്ലേയുടെ സോഫ്റ്റ്നെസ്സിലേക്ക് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യുക എന്ന് കുറച്ച് നേരം കൊണ്ട് വന്ന മാറ്റം അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അതിലേക്ക് ലേശം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് രണ്ടാമതും കൈകൊണ്ട് മയപ്പെടുത്തിയാൽ ലേശം നേരം മയപ്പെടുത്തി വരുമ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് ആവാൻ നമുക്ക് ആ രീതിയിലേക്കാക്കാൻ പറ്റും. അത് വീണ്ടും അങ്ങനെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും വെള്ളം തിളയ്ക്കുക, രണ്ടാമതും സ്പ്രേ ചെയ്യാം. എന്നിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ടും സെയിം സോഫ്റ്റ്നെസ്സിലാണ് ഉള്ളത്, ഒരു വ്യത്യാസവുമില്ല. നമുക്ക് ഈ രണ്ടെണ്ണത്തിനും ഈ ഒരു ബോക്സിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റോക്ക് ഹാർഡായിട്ടുള്ള നമ്മൾ മുമ്പേ കാണിച്ച ആ റോക്ക് ഹാർഡായിട്ടുള്ള ക്ലേ എങ്ങനെ സോഫ്റ്റാക്കി എടുക്കാനുള്ളത് നോക്കാം നമുക്ക്. അതിനായിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കാം. റോക്ക് ഹാർഡായിട്ടുള്ള ക്ലേകൾ എല്ലാം ഇട്ട് വെച്ചിട്ട് അതിൽ അത് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. വെച്ചിട്ട് ഒരു ഏകദേശം 78 അവേഴ്സ് വെക്കുക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 3-4 ദിവസം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള വെള്ളമെല്ലാം അത് അബ്സോർബ് ആയിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടുള്ള ഒരു ക്ലേ നമുക്ക് കാണാൻ കിട്ടും. ഇനി 3 ദിവസത്തിന് ശേഷം എന്ത് മാറ്റാണ് വന്നതെന്ന് നോക്കാം. ഇത് 3 ദിവസത്തിന് ശേഷം ഞാൻ ആ ഒരു ക്ലേ എടുത്തതാണ്. അത് ഇപ്പം നല്ല വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിനാൽ
നമുക്ക് ഇതേ ഒന്ന് പുറമേക്ക് എടുത്ത് നോക്കേണ്ടതുണ്ട്. അതിൽ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ നല്ല ഫൈനായിട്ട് കാണുന്നുണ്ട്. എടുത്ത് അതൊന്ന് പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ഇതിപ്പം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കാണുന്നുണ്ട്. ഒരു അത്യാവശ്യം ഹാർഡ്നെസ് മാറിയിട്ടുണ്ട് അതിൻ്റെ. അതുപോലെ തന്നെ ബാക്കി കംപ്ലീറ്റ് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിൽ ഉള്ള ഒരു ഹാർഡ്നെസ്സിൽ നിന്ന് മാറി സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ ഇതും ഹാർഡായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത പോലെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് വീണ്ടും കുഴച്ചെടുത്താൽ നമുക്ക് പഴയ രീതിയിലാക്കാം. അതിനുശേഷം ഇതൊരു കവറിലിട്ട് മൂടി വയ്ക്കാം. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വീണ്ടും എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ക്ലേ നഷ്ടപ്പെടാതെ നമുക്ക് വേണ്ട രീതിയിൽ വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ഒരു കാരണവശാലും തന്നെ നമുക്ക് നമ്മുടെ ക്ലേ ഹാർഡായിപ്പോയി എന്നതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തേണ്ട അല്ലെങ്കിൽ വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇത് കൂടാതെ ഒരു കാരണവശാലും തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ച് വെച്ച് ഇതേമാതിരി പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പം അത് വീണ്ടും ചളി മഴമായിട്ട് നമുക്ക് അത് രണ്ടാമത് പഴയ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ ഒരുപാട് മെനക്കെടേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ വേണ്ടിയില്ല. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് അത് മൂടുന്നത് വരെയുള്ളത് മാത്രം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്.